നടീനടന്മാർക്കെതിരെ വ്യാജ വാർത്തകൾ വരുന്നത് ആദ്യമായിട്ടല്ല. പക്ഷേ ഒരാൾ മരിച്ചു എന്നൊക്കെ വാർത്തകൾ വരുന്നത് കുറച്ച് അതിര് കടക്കുന്ന വാർത്തയായി പലപ്പോഴും കരുതപ്പെടുന്നുണ്ട്. അത്തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ദിവസം നടിയും അവതാരകയുമായ ജുവൽ മേരിയെ കുറിച്ച് വന്നിരുന്നു. ജുവൽ മേരി അന്തരിച്ചു എന്നതായിരുന്നു ആ വാർത്ത. പലരും ഇത് കണ്ട് ഞെട്ടിത്തരിച്ചാണ് ജുവലിനെ വിളിച്ചത്. എന്നാൽ പലരും ജുവലിനെ വിളിക്കുന്നതിന് പകരം ജുവലിന്റെ വീട്ടുകാരെ വിളിച്ച് അന്വേഷിച്ചവർ പോലുമുണ്ട്. ഇത്തരത്തിൽ പല രീതിയിലേക്ക് സംഭവം എത്തിക്കുന്നത് വ്യാജ വാർത്തകളാണ്. എന്റെ മരിപ്പിന് വെച്ച ചായയും വടയും എടുത്തു വെച്ചോളൂ, ഞാൻ മരിച്ചിട്ടില്ല, എന്നെ കൊല്ലരുത്, ഞാൻ ചത്തിട്ടില്ല. ഇങ്ങനെയാണ് ജുവൽ മേരിയുടെ മറുപടി. കനത്ത മറുപടി തന്നെയാണ് ഇപ്പോൾ താരം നൽകിയിരിക്കുന്നത്. എനിക്കെതിരെ പല വാർത്തകളും ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വാർത്ത വരുന്നത്. മറ്റുള്ളവരെ കുറിച്ച് വരുന്നത് കണ്ടിട്ടുണ്ട്, എന്നാൽ തനിക്കെതിരെ വന്നപ്പോഴാണ് ഇതിന്റെ ആഘാതം മനസ്സിലായത്. ഇത് നമ്മളെ വിഷമിപ്പിക്കില്ല, പക്ഷെ നമ്മളെ ചുറ്റുമുള്ളവരെ വിഷമിപ്പിക്കും, നമ്മളെ സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കും. അവർ നമ്മൾക്കെന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ് വിചാരിച്ച് നമ്മളെക്കുറിച്ച് കരുതും. എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്? പലരും എന്നോട് ചോദിക്കാനുള്ള മടി കാരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു എന്ന വിശ്വാസത്താൽ എൻ്റെ വീട്ടുകാരെയാണ് വിളിച്ചു ചോദിച്ചത്. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതാണ് ജുവൽ മേരി തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന കുറിപ്പ്. സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നതാണ് ഈ കുറിപ്പ്. എല്ലാവരും ഇത് കുറിപ്പായി തന്നെ കാണുകയും ജുവലിന്റെ പ്രതികരണമായി തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നടി ജുവൽ മേരിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും പിന്നീട് അന്വേഷിച്ചത്. ശബ്ദം പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ക്യാൻസർ രോഗം വന്ന് മരണം കാത്തു കിടക്കുകയാണ് ജുവൽ മേരി എന്നായിരുന്നു വാർത്തകൾ. അതിനുള്ള സമയമായിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നടി ഇപ്പോൾ. നടിയുടെ വാക്കുകളിലൂടെ കർശനമായ ഒരു മറുപടി തന്നെയാണ് അവിടെ ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മരിച്ചിട്ടില്ല എന്ന് സ്നേഹിക്കുന്നവരെ അറിയിച്ചുകൊണ്ട് ജുവൽ മേരി എത്തുന്നു. നേരത്തെ തൊണ്ടയിൽ ക്യാൻസർ വന്നു എന്നും അതിനോട് ഫൈറ്റ് ചെയ്ത് പുറത്തു കടന്നു എന്നും ജുവൽ മേരി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജുവലിന് വീണ്ടും ക്യാൻസർ ആണ് എന്ന് വരുത്തി തീർത്ത് അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും മരണം കാത്തു കിടക്കുകയാണെന്നും പോലും വാർത്തയിൽ പറഞ്ഞത്. അങ്ങനത്തെ ഗോസിപ്പുകൾ വന്നത് അതിന്റെ പ്രതികരണമായിട്ടാണ് നടി എത്തുന്നത്. 2 ദിവസമായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. സത്യാവസ്ഥ വെളിപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത്. ചത്തിട്ടില്ല മക്കളെ, ഞാൻ ചത്തിട്ടില്ല. ശബ്ദം നഷ്ടപ്പെട്ടു, ഞാൻ മരണം കാത്ത് കിടക്കുകയാണെന്നുള്ള വാർത്തകൾ 2 ദിവസത്തോളമായി ചില യൂട്യൂബ് ചാനലുകളിൽ പ്രചരിക്കുന്നുണ്ട്. എനിക്ക് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞാണ് ചിലർ എന്നെ കൊന്ന് എൻ്റെ അടിയന്തരത്തിലുള്ള കാർഡ് വരെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 എനിക്ക് വന്ന ക്യാൻസറിനെ കുറിച്ച് കേരള ക്യാൻ എന്ന പരിപാടിയിൽ പറയേണ്ടതായി വന്നു. ആ ടോപ്പിക്കിനെ എടുത്താണ് ഇപ്പോൾ അങ്ങനെയെന്ന ധ്വനിയോടുകൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന തംബ്നെയിലോടും ക്യാപ്ഷനോടും നൽകി കൊടുക്കുന്നത്. കൊന്നൊടുക്കുകയാണ് എന്നെ. തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഓൺലൈൻ സഹോദരന്മാരോട് എനിക്കൊന്നും പറയാനില്ല. എൻ്റെ മരിപ്പിനുള്ള ചായയും വടയും കൊടുക്കാറായിട്ടില്ല. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പൂർണ്ണ ആരോഗ്യവതിയായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുകയാണ്. എന്നെ വെറുതെ വിടും. ഇതാണ് ജുവൽ മേരിയുടെ പോസ്റ്റിൽ പറയുന്നത്. കൃത്യമായ മറുപടി തന്നെയാണ് ജുവൽ കൊടുത്തിരിക്കുന്നത്. മുൻപ് പറഞ്ഞ അല്ലെങ്കിൽ മുൻപ് അനുഭവിച്ച തൻ്റെ കാരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തിയതാണ് നടി അവിടെ എന്ന് പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.